തൃശൂർ നഗരത്തിലൂടെ കാക്കിയണിഞ്ഞ് ഓട്ടോ ഓടിക്കുന്ന സനോജ് ഒരു കായിക പ്രതിഭയാണെന്ന് പലർക്കും അറിയില്ല. ഓട്ടോ ഓടിക്കുമ്പോഴും കുട്ടിക്കാലത്ത് മനസ്സിൽ ചേക്കേറിയ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് ഈ 48-കാരൻ. തൃശൂർ നഗരത്തിലൂടെ കാക്കിയണിഞ്ഞ് ഓട്ടോ ഓടിക്കുന്ന സനോജ് ഒരു കായിക പ്രതിഭയാണെന്ന് പലർക്കും അറിയില്ല. ഓട്ടോ ഓടിക്കുമ്പോഴും കുട്ടിക്കാലത്ത് മനസ്സിൽ ചേക്കേറിയ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് ഈ 48-കാരൻ. നാടിനു വേണ്ടി അത്ലറ്റിക്സിൽ മെഡൽ നേട്ടം ആവർത്തിക്കുകയാണ് അളഗപ്പനഗർ കാളക്കല്ല് സ്വദേശി PK സനൂജ് എന്ന കായിക പ്രതിഭ. തിരുവനന്തപുരത്ത് നടന്ന 45ാമത് സംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ തൃശ്ശൂരിന് വേണ്ടി 45 വയസ്സിന് മുകളിലുള്ളവരുടെ 100, 200, 400 മീറ്ററുകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സനൂജ് തമിഴ്നാട്ടിൽ നടക്കുന്ന ദേശീയ മീറ്റിന് യോഗ്യത നേടിക്കഴിഞ്ഞു. തീർന്നില്ല. തൊടുപുഴയിൽ നടന്ന സ്റ്റേറ്റ് ഇൻവിറ്റേഷൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ബട്ടർഫ്ലൈസ്, 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നിവയിൽ 1ാം സ്ഥാനവും സനൂജിനായിരുന്നു. മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിലും പങ്കെടുത്ത് മിന്നുന്ന വിജയങ്ങൾ നേടി. അത്ലറ്റിക്സിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാണ് വീടിന് തൊട്ടടുത്തുള്ള ചിക്കിനി കുളത്തിൽ നീന്തൽ പരിശീലനം നേടിയത്. ഇത് നീന്തൽ മത്സരങ്ങളിലെ മെഡൽ നേട്ടത്തിലെത്തിയത് സനൂജിന് ഇരട്ടി മധുരമായി. ഓട്ടോ തൊഴിലാളിയായി തുടരുമ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന യൂണിഫോം സർവീസ് എന്ന സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനും കായികരംഗത്തെ നേട്ടങ്ങൾ ഇദ്ദേഹത്തിന് തുണയായി. തൃശൂർ സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ 6 മാസം സേവനം ചെയ്യാൻ സനൂജിന് അവസരം ലഭിച്ചു. ജോലിയിൽ നിന്ന് വിടുതൽ ചെയ്യുമ്പോൾ ജയിൽ സൂപ്രണ്ട് നല്ല സേവനത്തിനുള്ള സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. കായിക മേഖലയ്ക്ക് പുറമെ അഭിനയ രംഗത്തും സനൂജ് ശ്രദ്ധേയനാണ്. സിനിമാമോഹം കലശലായപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്തു. ഫഹദ് ഫാസിലിൻ്റെ ഛായയുണ്ടെന്ന് കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആ വേഷമിട്ട് സ്റ്റേജ് ഷോകൾ ചെയ്തു. ടെലി സീരിയലുകളിലും വേഷമിട്ടു. രാവിലെ 10 വരെ വീട്ടിൽ കൃഷിപ്പണി. ശേഷം ഓട്ടോയുമായി തൃശ്ശൂരിലേക്ക്. വീട്ടിലെത്തിയാൽ ഓട്ടം, നീന്തൽ പരിശീലനങ്ങൾ. തപാൽ വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ഭാര്യ വിൻസി. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അലീനയും +1 വിദ്യാർത്ഥിയായ ആൽബർട്ടുമാണ് മക്കൾ. തമിഴ്നാട്ടിൽ നടക്കുന്ന ദേശീയ മീറ്റിലേക്കുള്ള കഠിന പ്രയത്നത്തിലാണ് സനൂജ് ഇപ്പോൾ. ദിനചര്യ ഞാൻ 6 മണിക്ക് എണീക്കുള്ളൂ. കാരണം 5:30, 5 മണിക്ക് എണീക്കില്ല. 6 മണി ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. 6 മണിക്ക് എണീറ്റ് കുറച്ച് നേരം വീട്ടിലെ പണികളൊക്കെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ഇറങ്ങണം. ആദ്യം അത്ലറ്റിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ കൊണ്ട് പോകാൻ നേരത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് സ്വിമ്മിങ് ചെയ്യും. അങ്ങനെ അവിടെ ചെല്ലുന്ന ഒരു 12-1 മണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നു. ഭക്ഷണം അതിൽ മിക്കപ്പോഴും വൈറ്റമിൻസ് ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട്. പരമാവധി ഉൾപ്പെടുത്താൻ സാമ്പത്തികം അല്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ വീണ്ടും കിടന്നുറങ്ങും. അതേ ഒരു 4-5 മണിയാകുമ്പോൾ വീണ്ടും അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു രാത്രി 10 മണി വരെ ഓട്ടോറിക്ഷ ഓടിക്കും. ഓട്ടോറിക്ഷ ഓടിച്ച് നേരെ ഇവിടെ വരുന്നു. ഇതാണ് എൻ്റെ ദിനചര്യകൾ. പിന്നെ എൻ്റെ ഫിറ്റ്നസ് നിലനിർത്തുന്ന പറഞ്ഞാൽ സ്വിമ്മിങ്ങാണ്. അത്ലറ്റിക്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതലും ഞാൻ സ്വിമ്മിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വിമ്മിങ് നമുക്ക് പരിക്കിട് വരും. മറ്റേതാകുമ്പോൾ നമുക്ക് 100 ഉണ്ടല്ലോ, സ്പ്രിൻ്റ് റൈറ്ററല്ലേ. അപ്പോൾ പരിക്കിട് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് സ്വിമ്മിങ്. ഇന്ത്യയിൽ തന്നെ വളരെ റയറാണ് അത്ലറ്റിക്സും സ്വിമ്മിങ് കൊണ്ടിരുന്നത്. വളരെ റയറാണ് ഞാൻ. അതെന്തുകൊണ്ടെന്നാൽ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടു നടക്കാൻ 2 മെഡൽ വരുന്നു. കേരള സ്റ്റേറ്റ് ഒരു 3-5 വർഷം കേരള സ്റ്റേറ്റ് നീന്തൽ ചാമ്പ്യൻ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പോയി ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ നേടി. അതൊക്കെ എൻ്റെ ഫിറ്റ്നസ് സ്വിമ്മിങ്ങാണ്. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ പരമാവധി ഉപയോഗിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ഇത്. അതൊക്കെ നമുക്ക് മസിൽസിന് ഡൗൺ ആക്കുകയുള്ളൂ ലഹരികൾ. കായിക ലഹരിയിലൂടെ ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം രാജ്യത്തിന് വേണ്ടി മെഡൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക. സനൂജ് എന്ന ഈ കായിക പ്രതിഭ കായിക കേരളത്തിന് മാത്രമല്ല, ഒപ്പം പുതുതലമുറയ്ക്ക് കൂടി മാതൃകയാക്കാവുന്ന ഒരാളാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇനിയും സനോജേട്ടന് സാധിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.